ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണനും അസുരന്മാരും പാർട്ട് 3. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഭഗവാനെ വധിക്കാൻ കംസൻ ധാരാളം അസുരന്മാരെ അയച്ച കഥകൾ കേട്ടല്ലോ. എന്നാൽ പിന്നെയും അസുരന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. കംസൻ്റെ ഭൃത്യനായ അരിഷ്ടനെയാണ് ഇപ്രാവശ്യം അയച്ചത്. അരിഷ്ടൻ ഒരു ഭീമാകാരനായ കാളയുടെ രൂപം ധരിച്ച് ഗോകുലത്തിലെത്തി. കുളമ്പുകൾ കൊണ്ട് ഭൂമി കുത്തിപ്പിളർക്കുകയും നീണ്ട കൊമ്പുകൾ കൊണ്ട് വൃക്ഷങ്ങളെയും കുന്നുകളെയും കുത്തിമറിക്കുകയും ചെയ്തു. എന്നിട്ട് ഗംഭീര ശബ്ദത്തിൽ അലറി ചാടിയോടി നന്ദഗൃഹത്തിലെത്തി. ബീഭത്സാകൃതിയിലുള്ള കാളയെ കണ്ട് ഗോകുലവാസികൾ ഭയന്നു. കാള കൊമ്പുകളും കുലുക്കിക്കൊണ്ട് പശുക്കളുടെ നേർക്ക് ചെന്നു. പശുക്കൾ 4 പാടു ഓടി. ഇതറിഞ്ഞ കൃഷ്ണൻ വന്ന് കാളയെ ഒന്ന് നോക്കി. ഇത് വേഷം മാറി വന്ന അസുരനാണെന്ന് കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണനെ കണ്ടയുടൻ കാള ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞു. ഉടൻ തന്നെ കൃഷ്ണൻ അവനെ ആഞ്ഞടിച്ചു. കാള അടിയാൽ അകലത്തിൽ ചെന്ന് വീണു. എഴുന്നേറ്റ് വീണ്ടും കൃഷ്ണൻ്റെ നേർക്കടുത്തു. അപ്പോൾ അവൻ്റെ കണ്ടം പിടിച്ച് ഞെരിച്ച് അവനെ വധിച്ചു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കംസൻ്റെ ഭൃത്യരിൽ പ്രമുഖനായ കേശിയെ അയച്ചു. കംസൻ്റെ ഭൃത്യരിൽ പ്രമുഖനും കരുത്തനുമായിരുന്നു കേശി. അവൻ ഒരു വലിയ കുതിരയുടെ വേഷം ധരിച്ച് ഗോകുലത്തിലെത്തി. അവൻ്റെ അലറിയുള്ള ശബ്ദവും ഭീതിജനകമായ അവൻ്റെ ശരീരവും ഉഗ്രമായ നോട്ടവും കണ്ട് ഗോപന്മാരും പശുക്കളും പേടിച്ച് ബഹളമുണ്ടാക്കി. അവിടെ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് എത്തി. അപ്പോൾ കുതിര ചാടിയെടുത്ത് കൃഷ്ണനെ വിഴുങ്ങാനായി ഭാവിച്ചു. രണ്ടുപേരും കൂടി മൽപ്പിടുത്തം തുടങ്ങി. അവസാനം ഭഗവാൻ തൻ്റെ കൈ അവൻ്റെ വായിൽ കടത്തി. കേശി വായടച്ച് ഭഗവാന്റെ കൈ കടിച്ചു മുറിക്കാൻ തുടങ്ങി. ഭഗവാന്റെ കൈകൾ വളരാൻ തുടങ്ങി. അപ്പോൾ അവൻ ശ്വാസം വിടാൻ പറ്റാതെ വന്നു. വീർപ്പ് മുട്ടി ചോര ഛർദ്ദിച്ച് നിലത്ത് വീണ് മരിച്ചു. ഇത് കണ്ട ദേവകൾ പുഷ്പവർഷം ചെയ്തു. അങ്ങനെ കേശിയെ വധിച്ചതുമൂലം ഭഗവാന് കേശവൻ എന്നുള്ള പേരും ലഭിച്ചു. പിന്നീട് ഒരു ദിവസം കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും കൂടി പല വേഷങ്ങൾ കെട്ടി കളിക്കുകയായിരുന്നു. അപ്പോൾ മയൻ്റെ മകനായ വ്യോമൻ എന്ന അസുരൻ ഗോപകുമാരൻ്റെ വേഷം ധരിച്ച് കൂട്ടത്തിൽ കൂടി കളിച്ചു. അതിനിടയിൽ അവൻ മായയാൽ ഒരു ഭീകര പക്ഷിയായി ഗോപബാലന്മാരെയെല്ലാം മോഷ്ടിച്ച് ഒരു ഗുഹയിൽ കൊണ്ടുപോയി അടച്ചു. കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരെ കാണാതെ വന്നപ്പോൾ കൃഷ്ണൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. കൃഷ്ണന് കാര്യം മനസ്സിലായി. ഭഗവാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ചു. അപ്പോൾ അവൻ മായയാൽ ഒരു പക്ഷിയായിട്ട് പറന്നുയർന്നു. എന്നാൽ മായയ്ക്ക് ആധാരമായ ഭഗവാൻ അവൻ്റെ കാലിൽ പിടിച്ച് നിലത്തടിച്ചു. എന്നിട്ട് ഗുഹയിൽ അടച്ചിരുന്ന ബാലന്മാരെയെല്ലാം രക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ അവനെയും വധിച്ചു. വരുന്നവരെയെല്ലാം ഭഗവാൻ വധിക്കുന്നതറിഞ്ഞ് കംസന് വളരെ വിഷമം ഉണ്ടായി. കുട്ടികളെ, കംസൻ എത്ര അസുരന്മാരെ അയച്ചിട്ടും അവരെയെല്ലാം ഭഗവാൻ വധിച്ചത് കണ്ടല്ലോ. ഇനി കംസൻ എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത കഥയിൽ പറയാം. നിർത്തട്ടെ. ഹരി ഓം തത്സത്.